എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പത്തിന് എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാം എന്ന് നോക്കുകയാണ്. വളരെ വേഗത്തിൽ സാമ്പാർ ചെയ്തെടുക്കാൻ വേണ്ടി ഇത് കഴുകി കുക്കറിലാക്കിയിട്ടുണ്ട്. പരിപ്പും കഴുകി അതിലോട്ടിട്ടു. ഇനി നമുക്കിതിലോട്ട് ഒരു പീസ് കട്ടക്കായ ഇട്ടു. അതിൻ്റെ കൂടെ ഒരു സ്പൂൺ മഞ്ഞൾ പൊടി, ഉലുവ പൊടിച്ചത് ഒരു സ്പൂൺ, കുറച്ച് ഉപ്പ്, ഇനി നന്നായിട്ടൊന്ന് മറിച്ച് മിക്സ് ചെയ്ത് അടച്ച് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ചു, കത്തിച്ചു. അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പും ചെറിയ ഉള്ളിയും വെജിറ്റബിളും എല്ലാം നന്നായിട്ട് വെന്തു. നന്നായിട്ട് പരിപ്പെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞു. പിന്നെ നമുക്കിതിൽ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ആവശ്യത്തിന് മുളക് പൊടി, ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ടു. മല്ലിപ്പൊടിയും മുളക് പൊടിയും നന്നായിട്ട് മിക്സിങ് ആയി. ഇനി ഇതിലോട്ട് നമുക്ക് സാമ്പാർ പൊടി, ഒരു 1.5 സ്പൂൺ സാമ്പാർ പൊടി ഇട്ടു. സാമ്പാർ പൊടി ഇട്ടു. കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് പൊടി ഇട്ടു. ഉപ്പുണ്ട്. ഇനി നമുക്ക് അല്പം കടുവറുപ്പ് അതിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തിളച്ചു, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്കും കുറച്ച് ചെറിയ ഉള്ളി, ആവശ്യത്തിന് കറിവേപ്പില. കടുവറുപ്പായി, അത് നമുക്ക് കുക്കറിലോട്ട് വയ്ക്കാം. കടുവറുത്തത് ഒഴിച്ചു, നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇതിൽ കുറച്ച് കായപ്പൊടി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് കായപ്പൊടി,
1 സ്പൂൺ ജീരകം പൊടിച്ചത്. അപ്പോൾ സാമ്പാർ റെഡിയായി. ഇതുപോലെ വേഗത്തിൽ നമുക്ക് സാമ്പാർ വെച്ചെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കായപ്പൊടിയും ജീരകത്തിൻ്റെ ചുവയും എല്ലാം ഉണ്ട്. അടിപൊളി സാമ്പാറാണ്. ഇങ്ങനെ വെച്ച് നോക്കണം സാമ്പാർ. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.